യെസ്, വെൽക്കം ബാക്ക് ടു സാലഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ. മക്കളെ, നിങ്ങളുടെ എക്സാമിന്റെ തിരക്കിലായിരിക്കും, നിങ്ങളെന്നറിയാം, നല്ല റഷ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകളും ഒരുപാട് ചാപ്റ്റേഴ്സും ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എല്ലാ കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അപ്പോൾ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആയിരിക്കും, ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റിയ കാര്യം അല്ലേ. സോ നിങ്ങൾക്ക് വേണ്ടി കുറേ അധികം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നോക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോടെ മക്കളെ. എന്ത് ചെയ്യുക, പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാ പറയാം. നന്നായിട്ട് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം കോൺസെപ്റ്റും ക്ലിയർ ചെയ്താൽ ഉറപ്പിച്ചോളൂ എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, യു ഗെറ്റ് എ ചാൻസ് ടു ലാൻഡ് ഓൺ ദ മൂൺ. യു ടേക്ക് സ്വീറ്റ് ഡ്രിങ്ക്സ് വിത്ത് യു ടു ഡ്രിങ്ക് ദെയർ. ക്യാൻ യു ഡ്രിങ്ക് ഇറ്റ് വിത്ത് ദ സ്ട്രോ? ഇഫ് നോട്ട് വൈ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചന്ദ്രനിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവിടെ ചെന്നിട്ട് നിങ്ങളോട് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരപാനീയം കുടിക്കാൻ വേണ്ടി പറഞ്ഞു വിചാരിക്കുക. അപ്പൊ സ്ട്രോ ഉപയോഗിച്ച് പാനീയം കുടിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇതിന്റെ റീസൺ? പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ആൻസർ? നമുക്കറിയാം, ചന്ദ്രനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ടൊക്കെ നടക്കാൻ പറ്റുമോ? ഭൂമിയിലെ ഇതുപോലെ നടക്കാൻ പറ്റുമോ? ഇല്ല. സ്ട്രോ ഉപയോഗിച്ച പാനീയം നമുക്ക് കുടിക്കാൻ പറ്റില്ല. എന്താ ഇതിന്റെ റീസൺ? ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. നമ്മുടെ ചുറ്റും നെയറും അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുന്നേ. പക്ഷേ ചന്ദ്രന്റെ കേസ് പറയുമ്പോൾ എന്താണ്, അന്തരീക്ഷമില്ല, ദ്രാവകോപരിതലത്തിൽ മർദ്ദം ചെലുത്തുവാനും സാധിക്കില്ല. സോ ഒരു പ്രഷർ അപ്ലൈ ചെയ്യാണ്ട് നമുക്കത് കുടിക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് വി cannot do that one because of there is no atmosphere in the moon. So pressure cannot be exerted on the pressure liquid surface. അല്ലേ, ലിക്വിഡ് സർഫേസിൽ ഒരു പ്രഷർ ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? താഴെ പറയുന്നവയിൽ വായുമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതാ? ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഏതാ? അനിമോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഏതാ വരാ? നമുക്കറിയുന്ന, നമ്മളിത് ഓൾറെഡി സെറ്റ് ആക്കി പഠിച്ചു വെച്ചതാണ് അല്ലേ. നമ്മുടെ പ്രഷറിൽ, ലിക്വിഡ് ആൻഡ് ഗ്യാസിലൊക്കെ പഠിച്ചതാണ്. ഏതാണ് മക്കളെ വരാ? നമുക്ക് പറയാൻ പറ്റും, ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ബാരോമീറ്റർ. ഇങ്ങനെയാണ് ബാരോമീറ്റർ ഉണ്ടാവുക. ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഈസി ആയിട്ട് മർദ്ദം അളക്കാൻ പറ്റും, പ്രഷർ അളക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതെന്നാ ചോദിക്കുന്നത്. ഡാഷ് ഇസ് യൂസ് ദ വെഹിക്കിൾ ആസ് റിയർ വ്യൂ മിറർ. ഏതാ വാഹനങ്ങളിൽ ഉപയോഗിക്കാറുള്ള? നിങ്ങൾ എല്ലാവരും വണ്ടികൾ ഇഷ്ടമുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പൊ ഏതാ, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാ വരാ ചോദിച്ചാൽ കോൺവെക്സ് മിറർ. ഏതാ വരാ? കോൺവെക്സ് മിറർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിൾ വന്നാൽ തന്നെ പഠിക്കണം. കാരണം ഏതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുക. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ വാഹനം ഓടിക്കുന്നവരിൽ യൂസ് ചെയ്യുന്നു, ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടറിൽ യൂസ് ചെയ്യുന്നു. സോ അതിലെന്താണ്, നിവർന്നതായിട്ട്, മിസ്സപ്പ് നിവർന്നിട്ടല്ലേ, അതുപോലെ നിവർന്നൊരു പ്രതിബിംബം കാണാൻ പറ്റും. അതുപോലെ വസ്തുക്കളിൽ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? വലുതായിട്ട് നമുക്ക് കാണിക്കാം. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഈ വണ്ടികളുടെ സൈഡിലുള്ള മിററിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്ക് സൈഡ് ഫുള്ള് ബ്രോഡായിട്ട് കാണാൻ പറ്റില്ലേ. എന്താ അതിന്റെ റീസൺ? അവിടെ യൂസ് ചെയ്തത് കോൺവെക്സ് ദർപ്പണമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺകേവ് ദർപ്പണമാണെങ്കിൽ അതിൽ ഏതൊക്കെയാ? ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കോൺകേവ്. ഓക്കെ, ഇനി നമ്മൾ സമതല ദർപ്പണം, പ്ലെയിൻ ആയിട്ടുള്ള മിറർ. നമുക്കറിയാം, നമ്മുടെ മുഖമൊക്കെ നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ കണ്ണാടി അല്ലേ. സോ മുഖം നോക്കാൻ കാലിഡോസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻറ്റ് ആണ്. ദിസ് കോളം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആണ്. കോൺവെക്സ് ലെൻസ് എന്തിൽ യൂസ് ചെയ്യുന്നു ആൻഡ് എന്തൊക്കെയാ അതിന്റെ പ്രോപ്പർട്ടീസ്. ദെൻ കോൺകേവ് ലെൻസ് എന്താണ്? അബിലിറ്റി ടു എൻലാർജ് ദ ഇമേജ്, അബിലിറ്റി ടു റിഫ്ലക്ട് ലൈറ്റ് ആസ് ദ പാരലൽ ബീം. ആൻഡ് പ്ലെയിൻ മിററിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ, കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ സെയിം സൈസിലാണ്. മിസ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ കണ്ണാടി നോക്കിയാൽ മിസ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ മിസ്സിനെ കാണാൻ പറ്റുമോ? വലുതായിട്ടും ചെറുതായിട്ടും കാണാൻ പറ്റുമോ? പറ്റില്ല. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹോൾഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലെയിൻ മിറർ, ക്യാൻ യു റീഡ് ഇറ്റ്? ഒരു പ്ലെയിൻ മിററിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഒരു പുസ്തകം പിടിച്ചു നോക്കുമ്പോൾ വായിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നത് ഇല്ല. വൈ? എന്താ അതിന്റെ റീസൺ? പാർഷിക വിഭജയം. ഈ വേർഡ് കേട്ടിട്ടില്ലേ? ഇമ്പോർട്ടന്റ് വേർഡ് ആണ്. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം. ഒന്നുമില്ല, ലാറ്ററൽ ഇൻവേർഷൻ പറഞ്ഞാൽ എങ്ങനെയുള്ളൂ, നമ്മൾ ഈ കൈ കാണിക്കുമ്പോൾ അപ്പുറത്തെ കൈ വരും. റൈറ്റ് ആണ് കാണിച്ചെങ്കിൽ ലെഫ്റ്റ് കൈ വരും, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആണ് വരും. കണ്ണാടി നേരെ നമ്മൾ തിരിച്ചാ കാണുക അല്ലേ, നമ്മുടെ പ്രതിബിംബം കാണുന്ന നേരെ തിരിച്ചാണെങ്കിൽ അതിനാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം.
ആംബുലൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ആംബുലൻസ് തല തിരിച്ചു എഴുതാനുള്ള റീസൺ എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ കാരണമാണ്. നമ്മുടെ നേരെ മുമ്പിൽ പോകുന്ന വണ്ടിക്ക് ആംബുലൻസ് ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ തല തിരിച്ചു എഴുതണം. അപ്പോഴേ അവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് കണ്ണാടിക്ക് മുമ്പിൽ പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ചുവടെ കൊടുത്തിട്ടുള്ള ചിത്രീകരണം നിരീക്ഷിച്ച് ABC അടയാളപ്പെടുത്താനാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ചെറുതാകുമ്പോൾ മുതലേ പഠിച്ചിരുന്നതാണ് ഫോട്ടോസിന്തസിസിനെ പറ്റി അല്ലെ. എന്താ ഫോട്ടോസിന്തസിസ്? സ്വന്തമായിട്ട് ആഹാരം ഇലകളിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് ഹരിതസസ്യങ്ങൾ. സോ അവയ്ക്ക് എന്താണ്, അവയ്ക്ക് ഒരുപാട് കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്. സോ ABC ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസം ഇൻ ദ എർത്ത്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? വൈ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലേ, നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും വേണ്ടതല്ലേ, നമ്മളൊക്കെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നത് ആരെയാ? ഗ്രീൻ പ്ലാന്റ്സിനെയാണ്. സോ അവരിൽ നിന്നാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് തന്നെയാണ് ഫോട്ടോസിന്തസിസ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ എന്താവശ്യമാണ്? ഇതുപോലെ ഫുഡ് ആവശ്യമാണ്. സോ അതിന് നമ്മൾ പ്ലാന്റ്, നമ്മളൊക്കെ ഹെറ്ററോട്രോപ്സ് ആയതുകൊണ്ട്, പരപോഷികളായതുകൊണ്ട് സ്വപോഷികളായിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ നോക്കിക്കോളൂ, ഇതാ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെ വേണം ഫോട്ടോസിന്തസിസിലെ? ക്ലോറോഫിലിന്റെ പ്രസൻസ് വേണം, വാട്ടർ മിനറൽസ് വേണം, ഓക്സിജൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. സോ സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ചിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നു, വാട്ടർ താഴെ നിന്ന് വലിച്ചെടുക്കുന്നു. അതിന്റെ എല്ലാ പ്രസൻസിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫുഡ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ഗ്ലൂക്കോസും ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഓട്ടോട്രോപ്സ്, സ്വപോഷികൾ എന്ന് പറയാം. സ്വ മീൻസ് സ്വന്തം, സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറയാം. സോ ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് സിന്തസിസ് ദെയർ ഓൺ ഡിപ്പെൻഡ് ഓൺ ദ അനദർ ഓർഗാനിസം. വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവരെ നമുക്ക് ഓട്ടോട്രോപ്സ് എന്ന് പറയാം. നമ്മളൊക്കെ ഹെറ്ററോട്രോപ്സ് ആണ്, നമ്മളൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്, പാരകളാണെന്ന് ആലോചിക്കുക. പാര എന്ന് പറയുമ്പോൾ തന്നെ എന്താ, പരപോഷികൾ എന്ന് കിട്ടത്തില്ലേ, അവ പരപോഷികളാണെന്ന് ആലോചിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചധികം ക്വസ്റ്റ്യൻസുകൾ, കുറേ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. സോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ആയിട്ട് ഇനിയും മിസ് വരും. സോ അതുവരേക്കും ബൈ ഡിയേഴ്സ്. നന്നായി തന്നെ എക്സാം എഴുതാ. എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.